ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി. അത് നമുക്ക് ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റാനും ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചാണ് കേട്ടോ. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് കിറ്റായിട്ടാണ് മാറേണ്ടത്. ആ ചെയിനും സ്പോക്കറ്റ് അടക്കമുള്ള കിറ്റായിട്ട് മാറണം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പോക്കറ്റിൻ്റെ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ അതും മാറണം കേട്ടോ. വീലിൻ്റെ ഡാമ്പർ റബ്ബർ, ബ്രേക്ക് ലൈൻഡറൊക്കെ മാക്സിമം ഉപയോഗിച്ച് തീർന്നതാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈൻഡർ, വീൽ റബ്ബർ, അതേപോലെ ചെയിൻ സ്പോക്കറ്റ്, അതിൻ്റെ എന്നൊരു സ്പോക്കറ്റ് ബെയറിങ്, അത്രയായിട്ടാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ഒരു ഓയിൽ ലീക്ക് ഉണ്ട്. അത് ഈ സ്പോക്കറ്റ് സൈഡ് സ്പോക്കറ്റ് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്ക് ആയേക്കണാണ്. അപ്പോൾ അതൊന്ന് കൈയോടെ ചേഞ്ച് ചെയ്തിടാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് മാറ്റാനുണ്ട്. അത് നമുക്ക് വീൽ ബെയറിങ്ങും അതേപോലെ തന്നെ ഈ ഡസ്റ്റ് സീലും ഈ ബുഷും കൂടി മാറണം. പറയാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ഗ്യാപ്പ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഉള്ളിലേക്ക് പോകുന്നുണ്ട്, ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാ സെറ്റപ്പാടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ കംപ്ലയിൻറ്റ് വരില്ല. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻഡറും മാക്സിമത്തിലേക്ക് ആയാൽ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും ഭാഗം ഉൾപ്പെടുത്തിയുള്ളൊരു എസ്റ്റിമേറ്റ് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പ് ചെയ്ത് തരാം. പിന്നെ ബാക്ക് ഷോക്ക് അബ്സർ കംപ്ലയിൻറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ പറയത്തക്ക ഒരു കംപ്ലയിൻറ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ആക്ഷനൊക്കെ നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഓയിൽ ലീക്ക് വരുമ്പോഴാണ് നമുക്കതിന് വർക്കിംഗ് കറക്റ്റ് അല്ലാത്തൊരു കണ്ടീഷൻ, ഓവറായിട്ടുള്ള ആക്ഷൻ വന്നത്. അപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഏകദേശം ഇപ്പോൾ 2 ഷോക്ക് അബ്സർ തന്നെ വരുമ്പോൾ നമുക്ക് 2000 രൂപ 2100 അടുത്ത് നമുക്ക് ഒരെണ്ണത്തിന് 1050 അങ്ങനത്തെ റേറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ തൽക്കാലം അതൊന്നും നമുക്ക് ചെയ്യണ്ട, കാരണം അത് അതിനുള്ള പ്രോബ്ലം ഇല്ല, അതുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ്. ബാക്കിയത്തെ കംപ്ലയിൻസുകൾ നമുക്ക് ചെയ്യാം. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പ് ചെയ്ത് തരാം കേട്ടോ.